നമസ്കാരം. പാക് അധീന കശ്മീരിൽ നരനായാട്ട് തുടരുകയാണ്. സഹികെട്ട് ജനം തെരുവിലിറങ്ങിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ കൊള്ളരുതായ്മകൾ ഇനി വെച്ചു പൊറുപ്പിക്കില്ല എന്ന ദൃഢപ്രതിജ്ഞയിൽ തന്നെയാണ് ജനം. അതിന്റെ പ്രതിഫലനമാണിപ്പോൾ പാക് അധീന കശ്മീരിൽ പ്രകടമാകുന്നത്. ഗോതമ്പ് മാവിന്റെ ഉയർന്ന വിലയ്ക്കും വർദ്ധിപ്പിച്ച വൈദ്യുതി ബില്ലുകൾക്കും നികുതിക്കുമെതിരെ നടത്തുന്ന സമ്പൂർണ്ണ സമരം തുടരുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ്. പാക് അധിനിവേശ കശ്മീരിൽ സ്ഥിതിഗതികൾ സംഘർഷഭരിതമായി തുടരുകയാണ്. പുകയുന്ന അസ്വസ്ഥത വലിയ രീതിയിൽ വ്യാപിക്കുകയാണ്. തർക്കപ്രദേശം പോലീസും അവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടലിനാണ് സാക്ഷ്യം വഹിച്ചത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുകയും 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ സങ്കീർണതകൾ വർദ്ധിക്കുകയാണ്. ജനജീവിതം സ്തംഭിച്ച അവസ്ഥയാണ് പാക് അധീന കശ്മീരിൽ ഇപ്പോൾ. പ്രതിഷേധക്കാരും പ്രാദേശിക സർക്കാരും തമ്മിലുള്ള ചർച്ചകൾ പ്രതിസന്ധിയിൽ അവസാനിച്ചതിനെ തുടർന്ന് ആ ഒരു സാഹചര്യത്തിൽ അതീവ ഉത്കണ്ഠാകുലനാണെന്നാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ 23 ബില്യൺ രൂപ പ്രദേശത്തേക്ക് അടിയന്തരമായിട്ട് നൽകാൻ നടപടിയെടുത്തു എന്നും റിപ്പോർട്ടുകളുണ്ട്. അപ്രതീക്ഷിതമായ പ്രതിഷേധവും മേഖലയിലെ ഗുരുതരാവസ്ഥയും കണക്കിലെടുത്ത് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പ്രത്യേക യോഗത്തിന് നേതൃത്വം നൽകുകയും പാക് അധീന കശ്മീരിലെ ചൗധരി അൻവറുൽ ഹഖ്, പ്രാദേശിക മന്ത്രിമാർ, ഉന്നത രാഷ്ട്രീയ നേതൃത്വം എന്നിവരൊക്കെ പങ്കെടുത്തിരുന്നു. പാക് അധീന കശ്മീരിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് 23 ബില്യൺ അടിയന്തരമായി അനുവദിക്കുന്നതിന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അംഗീകാരം നൽകിയത് സ്ഥിതിഗതികളെ ശാന്തമാക്കുമോ എന്നുള്ളത് കണ്ടറിയണം. അതേസമയം ഫെഡറൽ മന്ത്രിമാരും സഖ്യകക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുകയും സ്ഥിതിഗതികൾ വിശദമായി അവലോകനം ചെയ്യുകയും ചെയ്തുവെന്നും കശ്മീർ നേതാക്കളും പങ്കെടുത്തവരെല്ലാം ഷഹബാസ് ഷെരീഫിന്റെ തീരുമാനത്തെ അഭിനന്ദിച്ചതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ഷഹബാസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ വൈദ്യുതി നിരക്ക് കുറയ്ക്കുന്നതായിട്ട് പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങൾ വൈദ്യുതിക്കും മൈദ അതുപോലെ തന്നെ ഗോതമ്പ് വില ഇതിനൊക്കെ വേണ്ടിയിട്ട് അതിന്റെ വില കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് ശക്തമായിട്ട് വാദിക്കുന്നുണ്ട്. വൈദ്യുതിയുടെയും ഭക്ഷണത്തിന്റെയും വില കുത്തനെ കുതിക്കുകയാണ്. അവശ്യ സാധനങ്ങളുടെ ആവശ്യകത ആർക്കും അവഗണിക്കാൻ കഴിയില്ലെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ജമ്മു കശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധങ്ങളൊക്കെ നടന്നത്. മേഖലയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലെയും വ്യാപാരികളാണ് ഈ സമരത്തിൽ മുൻനിരയിലുള്ളത്. മേഖലയിൽ ജലവൈദ്യുത ഉൽപാദന ചെലവ്, സബ്സിഡി നിരക്കിൽ ഗോതമ്പ് മാവ്, വരേണ്യവർഗത്തിന്റെ പ്രത്യേക അവകാശങ്ങൾ അവസാനിപ്പിക്കുക, ഇങ്ങനെയൊക്കെ സമരക്കാർ പ്രത്യേക ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒഴിഞ്ഞുമാറാനുള്ള തന്ത്രമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് മിക്ക പ്രതിഷേധക്കാരും ആരോപിക്കുന്നത്. പ്രതിഷേധക്കാർ കുത്തിയിരിപ്പ് സമരം നടത്തി സ്ഥിതിഗതികൾ വലിയ സങ്കീർണമാക്കിയിരുന്നു. റോഡുകൾ ഉപരോധിക്കുകയും വലിയ പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥിതിഗതികൾ വഷളായതിനെ തുടർന്ന് റൗണ്ട് ബോട്ടുകളിലും സെൻസിറ്റീവ് മേഖലകളിലുമൊക്കെ കനത്ത പോലീസ് സന്നാഹത്തെയും നിയോഗിച്ചിരുന്നു. മാർക്കറ്റുകൾ, വ്യാപാര കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ് ചിലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ടുകളുണ്ട്. എല്ലാ കക്ഷികളോടും അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ സമാധാനപരമായ നടപടി സ്വീകരിക്കാനാണ് പാക് പ്രധാനമന്ത്രി പറഞ്ഞത്. പിരിമുറുക്കം ശമിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് സംയമനം പാലിക്കാനും ചർച്ചകളിലൂടെയും പരസ്പര കൂടിയാലോചനകളിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമാണ് പാക് പ്രസിഡന്റ് അഭ്യർത്ഥിച്ചത്. രാഷ്ട്രീയ പാർട്ടികളും പ്രദേശത്തെ സ്ഥാപനങ്ങളും അതുപോലെ ജനങ്ങളുമൊക്കെ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കണമെന്നാണ് അദ്ദേഹം ഊന്നി പറഞ്ഞത്. ശത്രുക്കൾക്ക് ഒരു അവസരം മുതലെടുക്കുവാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മിതമായ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കുക, ഗോതമ്പിന് സബ്സിഡി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സമരത്തിൽ പ്രധാനമായിട്ടും വ്യാപാരികൾ അണിനിരക്കുന്നതുകൊണ്ട് തന്നെ ഭരണകൂടം അത്യന്തം കലുഷിതമായ സാഹചര്യത്തിൽ കൂടിയാണ് കടന്നുപോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമരക്കാരെ അറസ്റ്റ് ചെയ്യുകയും വീടുകളിൽ റെയ്ഡുകൾ നടത്തുകയും ഒക്കെ ചെയ്തത് വലിയ സംഘർഷത്തിനാണ് ഇടയാക്കിയത്. മുസഫറാബാദിലേക്ക് റാലി പ്രവേശിക്കാതിരിക്കുവാൻ വേണ്ടി അധികൃതർ മണ്ണിട്ട് തടയുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു. പ്രക്ഷോഭകർ കല്ലും കുപ്പിയും ഒക്കെ വലിച്ചെറിഞ്ഞതോടെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുകയായിരുന്നു. കോട്ലിയിൽ 78 പോലീസുകാർക്കും അതേപോലെ റഹാൻ ഗല്ലിയിൽ 59 പോലീസുകാർക്കും സെഹൻസ്കാ ബറോനിയിൽ 19 പോലീസുകാർക്കും പരിക്കേറ്റു. അതുപോലെ തന്നെ നിരവധി പ്രക്ഷോഭക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിവരം. എന്തായാലും പാക് അധീന കശ്മീർ അശാന്തമായി തുടരുകയാണ്. എന്താണ് വരാനിരിക്കുന്നത്, ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതും കാത്തിരുന്ന് കാണാം.